മാത്യു, നീ ചേട്ടന്മാരുടെ അടുത്ത് വല്ലതും പറഞ്ഞാ? പറയാൻ പോയതാ. പറയാൻ പോയാ ആ കാട്ടാളന്മാരോടാ? ആരുടെ കട്ടാള്? നിനക്കുണ്ടല്ലോ ഒരു തന്ത. വിളിക്കടാ, വിളിച്ചു പറയടാ. നീ ഒരു പെണ്ണ് കേസിലോട്ട് കിടക്കാണ്, രക്ഷിക്കാൻ വരില്ലടാ. നിന്റെയൊക്കെ കുടുംബം എനിക്ക് അറിഞ്ഞുകൂടറാ. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും കാശ് അയച്ചു തരാന്നല്ലാതെ നിന്നോട് രണ്ട് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ നിന്റെ തന്ത? നിനക്കുണ്ടൊരു അപ്പനമ്മയും 24 മണിക്കൂറും കർത്താവിനെ സേവിച്ച് നടക്കാന്നല്ലാതെ നിന്നെ നോക്കിയിട്ടുണ്ടോ, നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്റെ ചേട്ടന്മാര് എനിക്ക് വേണ്ടി ചാവടാ. ഓരോണ് കോട്ടോളം വരും. എനിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? എടാ, ഈ പ്രശ്നത്തിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. ഇത് പുറത്തറിഞ്ഞ എന്റെ കുടുംബം, ഇവന്റെ ജോലി എല്ലാം കൈവിട്ടു പോകൂട്ടാ. പോട്ടറാ, എനിക്കെന്താ ഇവന്റെ ജോലി? എനിക്ക് മറ്റതാ. പിന്നെ നിന്റെ ഭാര്യ, അവള് പോട്ടറാ, അവളെങ്കിലും രക്ഷപ്പെടാ. രണ്ടും രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോന്ന് ആലോചിക്കും. അപ്പഴാ പേടിയുണ്ട്. ഇത്രയും കാലം നിങ്ങളെ നോക്കി ബഹുമാനിച്ചവരും സ്നേഹിച്ചവരൊക്കെ നിങ്ങളുടെ തനിക്കൊണ അറിയുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൊരു പേടിയുണ്ടല്ലേ? അനുഭവിക്കടാ, അനുഭവിക്ക്. ഞാൻ കൊറേ അനുഭവിച്ചാടാ. എടാ പുല്ല്, നിന്റെ നിനക്കെത്ര പ്രാന്തായ? ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഇതിവിടെ വരെ എത്തിയത് തന്നെ ഭാഗ്യം. പിന്നെ നാട്ടുകാര്, അവർക്ക് പറയ ഒരു കഥ കൂടി, അത്രയേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞ എന്റെ ചേട്ടന്മാര് വിശ്വസിക്കും, എനിക്കത് മതിടാ. പക്ഷെ പകൽമാന്യന്മാരായ നിങ്ങക്ക് അതേടാ, അതെ, ഇനി എന്റെ പേരിലേക്ക് ഇട്ടാ മതിയില്ലല്ല. പിന്നെ ആരുടെ പേരിലേക്ക് രണ്ടറാ? നീ ഈ കലിപ്പൊക്കെ ഒന്ന് വിട്ടൊന്ന് ആലോചിച്ച് നോക്കി, നിനക്കെന്നെ കാര്യങ്ങൾ മനസ്സിലാവും. മാത്യു, എന്റെ ലൈഫിൽ നടന്ന എല്ലാത്തിനും നീ എടുത്ത തീരുമാനങ്ങളെ കാരണം. ആടാ, അല്ല ഞാൻ എനിക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങളാടാ, നിങ്ങൾക്കൊന്നും വേണ്ടിട്ടല്ലോ. അവൻ ആ അർത്ഥത്തിലല്ല. ഇനി അവരവരുടെ പ്രശ്നങ്ങൾ അവരവർ ഒറ്റയ്ക്ക് ഫേസ് ചെയ്താ മതി. ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. നിങ്ങൾക്കൊന്നും വേണ്ടി ബലിയാടാവൻ ഇനി എന്നെ കിട്ടില്ലടാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുങ്ങാനാണ് പ്ലാനെങ്കിൽ രണ്ടിനെയും കൊണ്ടേ ഞാൻ പോവും. മാത്യു, ഞാൻ എന്താണ് ചെയ്ത്? വിളിയടാ, ഒന്ന് പോണം. മാത്യു, ധീരജ്, വള്ളിക്കെട്ടാണ്. വന്മാരായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് പണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ കെട്ടിന്റെ സമയത്ത് നിനക്ക് ഇങ്ങനെ ഒപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? പറ്റിപ്പോയിക്ക, ഇതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഊരി കിട്ടിയാൽ മതി. നിന്റെ ചേട്ടന്മാർക്ക് ഈ കാര്യം അറിയോ? അവർക്ക് ഇതൊന്നും അറിയില്ല. അവരറിയാണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഇതൊന്ന് സോൾവ് ചെയ്യണമെന്നുണ്ട്. വല്ല വഴി ഉണ്ടെങ്കിൽ പറ. ഈ പെണ്ണേഴ്സ് നൂരിയാലുവേ ജീവിതകാലം മുഴുവൻ നാണക്കേടായിരിക്കും. അമ്മാവന്റെ ഇൻഫ്ലുവൻസ് വെച്ച് എന്നെ ഒന്ന് അത് നടക്കില്ലടാ. ഈ വക പെണ്ണ് കേസിൽ പെട്ട് എൻ്റെ ഇമേജ് കളഞ്ഞ് എൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടാക്കാൻ ഞാൻ തയ്യാറില്ല. നാട്ടുകാരറിഞ്ഞാൽ നിന്റെ കെട്ടുമുടങ്ങും. പിന്നെ ഇതിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ. ഒരു കാര്യം ചെയ്യാം, മാപ്പസാക്ഷിയാക്കാം. എന്ന് വെച്ചാ നമുക്ക് നൈസായിട്ട് കാലു വരാന്ന്. ഈ ചെയ്തൊക്കെ അവന്മാരാണെന്ന് പറയണം. പിന്നെ നീ ഈസിയായിട്ട് അങ്ങ് ഊരിപ്പോരും. അപ്പൊ അമ്മാരോ പെൺവാണിപ്പോ ബാങ്ക് മോഷണം, കൊലക്കുറ്റം അല്ലേ? എല്ലാം കൂടെ ചേർന്നൊരു ജീവപര്യന്തവനെ കിട്ടാൻ സ്കോപ്പ് ഉണ്ട്. അങ്ങനെ കൂട്ടുകാരെ ഒറ്റ കൊടുത്ത് എനിക്ക് മാത്രം അങ്ങനെ രക്ഷപ്പെടണ്ടാ. നിന്നെയൊക്കെ വിളിച്ച് എന്നെ വേണം തല്ലാൻ. നീ ഒരു കാര്യം ചെയ്യേ, നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്
നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അങ്ങോട്ട് പറ. മനസ്സിലായോ? ഒരു കാര്യം മാത്രം പറയരുത്. എന്റെ മാത്യു, നീ ഇങ്ങനെ മടിച്ചു നിന്ന് ഞാൻ അവരാദ്യം പോയി മൊഴി കൊടുക്കും പോലീസിന്. പിന്നെ നീ തൂങ്ങും, നിന്റെ കല്യാണം മുടങ്ങും, ചേട്ടന്മാര് നാണം കെടും. നിന്റെ ലൈഫ് നീ തീരുമാനിക്കും. മുതുകത്ത് കുത്താൻ വന്നതാണല്ലോ ചേച്ചേ. നീ പിന്നെ കുറിക്ക് സർബത്ത് കുടിക്കാൻ വന്നാണല്ലോ. ഇല്ലെങ്കിൽ ജയിലിൽ കൊന്നിട്ട് ഞാൻ പോകണോ? നിനക്കെന്തിനാ പുല്ലേ എന്നോട് ഇത്ര കലിപ്പ്? ഞാനെന്ന് നിന്നോട് നടന്നെല്ലാം പറഞ്ഞ് മാപ്പ് വെച്ചല്ലേ? അതിനു മുമ്പ് അനിത, നിനക്കറിയില്ലടാ എനിക്ക് അവളെ അത്ര ഇഷ്ടമാണെന്ന്. എന്നിട്ട് നീ അവളെ പ്രപ്പോസ് ചെയ്തടാ. അളിയാ, നീ സമ്മതിച്ചിട്ടല്ലടാ ഞാനെന്ന് അവളോട് പോയി ഇഷ്ടാണെന്ന് പറഞ്ഞ്. നീ എന്താ രാത്രി ഇവിടെ?
പറയാം വാതിലൊടുക്ക്. വന്നേക്കാണ് പേടിപ്പിക്കാൻ. നീ പോയി കഴിഞ്ഞപ്പം മാത്യു നല്ല ടെൻഷനിലായി. അവള് നോ പറഞ്ഞ ആകെ നാണക്കേടാവില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ വേണ്ടാന്ന് വെച്ചോ? അവൻ എന്നോട് നൈസായിട്ട് അവളടുത്തൊന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്തൊട്ട് പ്രപ്പോസ് ചെയ്തോട്ടെന്നോ? ആ, ഞാനാണെങ്കിൽ അവന് വേണ്ടിയില്ലെന്ന് വിചാരിച്ചു പോയി ചോദിക്കുകയും ചെയ്ത്. അവക്ക് അവന് ഇഷ്ടല്ല എന്ന് പറഞ്ഞടാ. നിന്നൊക്കെ പറഞ്ഞിട്ടോ, നേരിട്ട് പോയി എല്ലാം സെറ്റായനെ. ഞാൻ കാരണമൊന്നുമല്ല, അവക്ക് വേറൊരാളെ ഇഷ്ടമാണ്. വേറൊരാളാ? അതാരങ്ങനെ ഒരാള്? നിന്നെ. അതന്നെ ശരിയാവും. അവളുടെ ഇഷ്ടമല്ലടാ, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ നിനക്ക് അവളൊരു നോട്ടുണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു? നീ പറഞ്ഞു അവളെ കിട്ടിയാ പിന്നെ വേറൊരുത്തിന്റെ മുഖത്ത് നോക്കൂലെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അത് അവന് ഇഷ്ടാവണേക്കാൾ മുമ്പല്ലേ? ഇപ്പൊ പെങ്ങളെ പോലെയാണ്, ബ്രോക്കോടാണ്. ബ്രോക്കോട് അവനെയോ അവക്ക് ഇഷ്ടമല്ല, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാള് ട്രൈ ചെയ്യുന്നല്ലേ നല്ലത്. നീ ട്രൈ ചെയ്യടാ. അവന് ഫീലിങ്സ് ആവില്ലേ? എന്ത് ഫീലിങ്സ്? ഈ മാറ്റർ ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ടെന്താ? അവൻ അവളില്ലെങ്കിൽ വേറൊരുത്തി എന്നുള്ള ലൈനാണ്. നിന്നോട് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. അവ അങ്ങനെ പറഞ്ഞാ? ആ, വേണമെങ്കിൽ നീ പഠിപ്പിച്ചിട്ടുള്ള പാട്ടും പാടി സ്റ്റൈലായിട്ട് പ്രപ്പോസ് ചെയ്തോളാനാ എന്നോട് പറഞ്ഞു. അതിലല്ലേ ഞാൻ ഇവിടെ വന്നേ. ആണോ? ആ, നീ ട്രൈ ചെയ്യടാ. സർ സർ പ്ലീസ് സർ സർ ഇതൊന്ന് കേൾക്കണം സർ. പുറത്താടി നടക്കുക. അത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്റെ കാര്യം ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം മാറിക്ക്. ഇങ്ങനെ നനഞ്ഞ ജലദോഷമൊക്കെ വരില്ലേ?